റിയാസ് ഭായിനല്ലാതെ നമുക്കൊരാളെ ചിന്തിക്കാൻ പറ്റില്ല. ഏത് അനുവർ ഏത് ഭാഗത്ത് നിന്ന് വന്നാലും നമ്മളും ജയിപ്പിക്കില്ല. കാരണം നമ്മൾ റിയാസ് ഭായിനെ മാത്രം തിരഞ്ഞെടുക്കുള്ളൂ. പല തട്ടിപ്പുണ്ടാവും അനുവറിന്റെ അടുത്ത്. പക്ഷെ നമുക്ക് റിയാസ് ഭായി വേണം, എന്നും റിയാസ് ഭായി വേണം. അല്ലാതെ പുള്ളിക്ക് സ്ഥിരമായിട്ടൊരു നിലപാടോ കാര്യങ്ങളോ ഇല്ല. ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ട ഒരു നിലപാടാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടത് ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധതയാണ്. അപ്പോൾ ഇവിടെ അൻവർ ഒരു എഫക്റ്റേ ഇല്ല. കേരളത്തിൽ ആദ്യം നമ്മൾ കണ്ടതിൽ ഒരു പി സി ജോർജ് അതിൻ്റെ കാട്ടി അടമ്പതിച്ചു പോകും. 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. പി സി ജോർജ് മറ്റേ കേരള കോൺഗ്രസിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് സിംഹം നിലനിന്നിപ്പോൾ ഇവിടെ എത്തി. വാഗ്ദാനങ്ങൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ജനങ്ങൾ തള്ളിക്കളയും. വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉള്ള ആളുകളെ കൂട്ടി വോട്ട് ചോദിക്കുന്ന സമയത്ത് അവര് ആളില്ല. അപ്പൊ നിലമ്പൂരിൽ നിന്നൊക്കെ ആളെ കൊണ്ടുവന്നിട്ടാണ് അവര് വോട്ട് ചോദിക്കുന്നത്. ഇത്രയും വാഗ്ദാനങ്ങൾ കൊടുത്താൽ ആരൊക്കെ മുന്നോട്ട് പോകും, ആരൊക്കെ ബാക്കോട്ട് പോകുന്നുള്ളതൊക്കെ നാട്ടിലുള്ള ആളെ നമുക്ക് എപ്പോഴും കണ്ടുകൂടെ. നമ്മുടെ നാടിന് വേണ്ടി ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ആവശ്യമുള്ളത്. എനിക്ക് നില മൊത്തം ജനങ്ങൾക്ക് അത് ആവശ്യമുള്ളത്. അൻവർ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഒരു അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് പോയി അങ്ങനെ കളിക്കുന്ന ആളായതുകൊണ്ട് ആൾക്കാരെ മനസ്സിലെന്തൊക്കെ അറിയില്ലല്ലോ. LDF വാഗ്ദാനങ്ങൾ നടപ്പിലാക്കല്ല, പറയണ നടപ്പിലാക്കും. UDF വാഗ്ദാനങ്ങൾ ഉണ്ടാവും, നടപ്പിലാക്കില്ല. കുറിച്ചിട്ട് പ്രത്യേകമായിട്ടൊന്നും പറയാനൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ആളാണ്. നമ്മുടെ കാഴ്ചപ്പാടിൽ തന്നെ ഇപ്പോൾ നിഷ്പക്ഷമായി നോക്കുകയാണെങ്കിൽ വരെ അൻവറിനോട് താല്പര്യമില്ല. കാരണം അവരെ വ്യക്തിപരമായ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടേതായ കാര്യങ്ങൾ അംഗീകരിക്കാതെ വരുമ്പോൾ അവർ കൂറുമാറുകയാണ്. റിയാസ് ആൾ ഇവിടെ പൊതുവെ ഈ ബേപ്പൂരിനെ പറ്റിയിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പുരോഗമനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബേപ്പൂരിന്റെ വികസനം എന്ന് പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിലൂടെ ഒരു വീഡിയോ എടുക്കുന്നുണ്ടായി. ബേപ്പൂർ പുളിമൂട്ടിൽ വെച്ചിട്ട് UDF ആളുകൾ പറഞ്ഞു ഇവിടെ ഒരു വികസനം വന്നിട്ടില്ല, അതിൽ ഒരു വികസനം കൊണ്ടുവന്നില്ലാണ്. ഈ കൊണ്ടുവന്നില്ലാണ് പറഞ്ഞ സ്ഥലത്ത് ആ സ്ഥലം ഒന്ന് ചുറ്റും ഒന്ന് ക്യാമറ ഓടിച്ചാൽ തന്നെ ബേപ്പൂരിന് വികസനം കാണാമായിരുന്നു. കാരണം അത്രയും വിശാലമാക്കിയ പുളിമൂട്, രാവിലെ നടക്കാനുള്ള സൗകര്യങ്ങൾ, എല്ലാ സൗകര്യവും ഒരുക്കിയിരുന്നു. അവിടെ ആ കമ്പിമ ചാരി എന്നിട്ടാണ് അവർ പറയുന്നത് ബേപ്പൂർ ഒരു വികസനങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ ഇവർ അത് വികസനമാണ്. പിന്നെ എന്താ പറഞ്ഞു കൊടുക്കേണ്ടി ഇവർക്ക്? അതുകൊണ്ട് ഇപ്പം എന്തായാലും ഒരു UDF അനുഭാവികൾ എന്താ പറയുക, എത്ര വികസനം ചെയ്തു കൊടുത്താലും വികസനം വന്നില്ലാണ് പറയുള്ളൂ. ഇനിയിപ്പോൾ അത് തിരിച്ച് മറ്റു രാഷ്ട്രീയ പാർട്ടിയോട് ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. കാരണം ഇതൊരു പോരാട്ടമാണല്ലോ. അപ്പോൾ വികസന കാഴ്ചപ്പാടിൽ വികസനം അത്യാവശ്യം റിയാസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഭരണം കൊടുത്താൽ ചിലപ്പോൾ ഇതിനകം കൊടുത്ത് തന്നെ ചെയ്യും. അപ്പോൾ ആ ഒരു വിഷയത്തിൽ നമുക്കൊരു മറിച്ച് പറയാനില്ല. കാരണം ഇത് റിയാസ് തന്നെ ജയിക്കാനുള്ളതാണ്. അൻവറിനെ കുറിച്ച് എന്താ കാഴ്ചപ്പാട്? അത് നിലപാടുകൾ മാറുന്നവരോട് നമുക്ക് കാഴ്ചപ്പാടുകളില്ല. കാരണം അവരുടേതായ വ്യക്തിപരമായ ആവശ്യങ്ങൾ നടക്കാതെ വരുമ്പോൾ മറ്റു പാർട്ടിയിലേക്ക് മാറുന്ന ആളുകളോട് നമുക്കൊന്നും പറയാനില്ല. കാരണം അവരെ താങ്ങുന്ന UDF വേണമെങ്കിൽ അവർക്ക് തന്നെ തീരുമാനം എടുക്കാം. കാരണം അവരുടെ ഉള്ളിൽ തന്നെ അതൃപ്തിയാണ്. A മുതൽ Z വരെ പാർട്ടിക്കാരുണ്ട്. ഒരേ തന്നെ ഗ്രൂപ്പ് പോരാണ്. ഓർക്ക് എന്ത് നിലപാടുകൾ എടുക്കാം. അപ്പം നമ്മുടെ കാഴ്ചപ്പാടിൽ തന്നെ ഇപ്പോൾ നിഷ്പക്ഷമായി നോക്കുകയാണെങ്കിൽ വരെ അൻവറിനോട് താല്പര്യമില്ല. കാരണം അവരെ വ്യക്തിപരമായ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടേതായ കാര്യങ്ങൾ അംഗീകരിക്കാതെ വരുമ്പോൾ അവർ കൂറുമാറുകയാണ്, അതായത് രാഷ്ട്രീയം മാറുകയാണ്. അങ്ങനത്തെ ആളുകളോട് നമുക്കൊരു നിലപാടില്ല. കാരണം എടുക്കുന്ന നിലപാടുകൾ നന്നാവണം. അതിപ്പോൾ ഏത് രാഷ്ട്രീയക്കാരനായാലും ശരി. അപ്പോൾ ഇവിടെ റിയാസിന് തന്നെയാണ് മുൻഗണന കാണുന്നത്. റിയാസിനാണ് ചാൻസ്. 99% റിയാസ് തന്നെ ജയിക്കാൻ സാധ്യതയുള്ളത്. മനസ്സിലായില്ല. മറ്റേ എതിർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ നിലപാടില്ലാത്തൊരു വ്യക്തിയാണ്. കുറെ തൃണമൂൽ കോൺഗ്രസ് DMK എന്ന് പറഞ്ഞാണ്ടൊക്കെ അങ്ങനെ നടന്നുകാണ്ട് ഇപ്പോൾ കോൺഗ്രസിനെ പറ്റിയിട്ട് ഏറ്റവും മോശമായിട്ട് സംസാരിച്ച ആളാണ് ഈ PV അൻവർ എന്ന് പറഞ്ഞ ആൾ. രാഹുൽ ഗാന്ധിൻ്റെ വരെ DNA ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ പറഞ്ഞ വ്യക്തി. ആ വ്യക്തിനാണ് ഇപ്പോൾ ഇവർ തലകയറ്റി കൊണ്ടെടുക്കുന്ന ആര്? കോൺഗ്രസ്സുകാർ. അപ്പം അതിൻ്റെ വലിയൊരു രാഷ്ട്രീയ നിലപാടില്ലാത്തൊരു വ്യക്തിയാണ് ഈ PV അൻവർ എന്ന് പറഞ്ഞത്. മുസ്ലിം തങ്ങന്മാരെ പറ്റിയിട്ട് എന്തെല്ലാം വൃത്തികേട പറഞ്ഞത്. അവരൊക്കെ ഇപ്പോൾ ആരെ കൊണ്ടിട്ടാണ് നടക്കുന്നത്? ഈ PV അൻവറിനാണ് അല്ലേ? അപ്പം അതിൻ്റെ പേരിൽ അവനൊരിക്കലും ഇവിടുന്ന് ബേപ്പൂരിൽ നിന്ന് ജയിച്ച് പോകില്ല, അസംബ്ലിയിലേക്ക് പോകില്ല എന്നുള്ള കാര്യം 99% 100% ഉറപ്പാണ്. അവനക്ക് പറയാനുള്ള മരുമോനൂസും പിണറായിസും. ഇന്നിപ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും നന്മയുള്ള കാര്യം ചെയ്യുന്ന പിണറായി സർക്കാരാണ്. ഞാനും 2000 രൂപ വാങ്ങുന്ന വ്യക്തിയാണ്. ഒരു 5-6 കൊല്ലമായി ഞാനും വാങ്ങലോടി. അത് വലിയൊരു നേട്ടം. ഇപ്പം ഈ സമയത്തൊക്കെ എനിക്ക് വലിയൊരു നേട്ടം. ഞാൻ സുഖമില്ലാണ്ട് 1.5 മാസമായി സുഖമില്ലായിരുന്നിട്ട് ഇന്നലാണ് കട തുറന്നത്. അപ്പോൾ ആ ഒരു 4000 രൂപ ഞാനും വാങ്ങിയ വ്യക്തിയാണ്. അപ്പോൾ ആർക്ക് വോട്ട് ചെയ്യണം നമ്മൾ അടുത്ത വർഷത്തിൽ? അതേ സംഭവിക്കുകയുള്ളൂ. ബേപ്പൂരിനെ സംബന്ധിച്ച് ഒരു സംശയം വേണ്ട, റിയാസ് ജയിച്ചിരിക്കും. LDF ഭരണത്തിൽ വരും. രാജാവിൻ്റെ മാതിരി എന്നുള്ളത് മാതിരി തന്നെയല്ലേ വലിയൊരു പവറിൽ. ഓനാരാ കോടീശ്വരനാ? സ്വർണം കള്ളക്കടത്തൊക്കെ നടത്തിയിട്ട് നമ്മളെല്ലാം മാധ്യമങ്ങളിലൊക്കെ കണ്ടതല്ലേ. ആരാണ് ഓന്? റിയൽ എസ്റ്റേറ്റിൻ്റെ രാജാവല്ലേ അവന്. അവനൊന്നും ബേപ്പൂരിലൊന്നും നിലമ്പൂരിൽ എന്തിനു വന്നു? അവന് ഇവിടുന്ന് ഇങ്ങോട്ട് നിലമ്പൂരിൽ 2 പ്രാവശ്യം MLA ആരെ ലേബിളുള്ള MLA ആയത്? LDFൻ്റെ പേരിലാണ് MLA ആയത്.
എന്നിട്ട് ആ LDF തന്നെ തള്ളി പറഞ്ഞില്ലേ. ഓന്റെ നാട്ടിൽ തന്നെ ഓനക്ക് മെജോറിറ്റി ഇല്ലാണ്ടല്ലേ ഇപ്പൊ ബേപ്പൂരിലേക്ക് വന്ന് മരമോനിസം പറഞ്ഞിട്ട്. റിയാസ് എന്ന് പറയുന്നത് നല്ലൊരു വ്യക്തിയാണ്. ആർക്ക് എപ്പോഴും പോയി കണ്ട് സംസാരിക്കുക, കാണാം. നമ്മുടെ അടുത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല സൗഹാർദ്ദമുള്ള ഒരു വ്യക്തിയാണ്. അത് മരുമോൻ്റെ പിണറായിൻ്റെ മരുമോൻ എന്നുള്ള നിലക്കല്ല. റിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടെ വളർന്നു വന്ന വ്യക്തിയാണ്. അങ്ങനെയാണ് ഇപ്പം മന്ത്രി MLA ആയത്, മന്ത്രിയായത്. അൻവർ ഇവിടെ ഒരു എഫക്റ്റേ ഇല്ല. ഒരു എഫക്റ്റ് ഇല്ലെന്ന് വെച്ചാൽ ഇവിടെ ആള് വേണ്ടേ. മറ്റേ നിലമ്പൂരിൽ നിന്നൊക്കെ ഇവിടെ സ്ത്രീകളെ ഇന്നലെ ഞാൻ കണ്ടു ഒരു 10-15 സ്ത്രീകൾ ഇവിടെ മാറാടിൻ്റെ ഏരിയയിൽ തന്നെ ഒരു 15 സ്ത്രീകൾ. അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു എന്താ ഇവിടെ ഇരിക്കണത്. അപ്പോൾ ഞങ്ങൾ അൻവറിന് വോട്ട് പിടിക്കാൻ വേണ്ടി വന്നു. ഞാൻ ചെവിടുന്നു മലപ്പുറത്ത് വന്നാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ നാട്ടിലെ ആളില്ലേ. ഒരു UDF സ്ഥാനാർത്ഥിയാകുമ്പോൾ നാട്ടിൽ നിന്ന് ആൾ വേണ്ടേ. പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടാണോ ഇവിടെ വോട്ട് പിടിക്കുക. അപ്പോൾ ഇവിടെ അൻവർ ഒരു എഫക്റ്റേ ഇല്ല. ഇവിടെ റിയാസിൻ്റെ ആണ് ഇവിടെ മെയിൻ. നമ്മൾ വേപ്പൂർ എടുത്ത് നോക്കിയാൽ എവിടെ വേപ്പൂർ സംഭവിക്കാന്ന് വെച്ചാൽ ഇവിടെ കേരളത്തിൽ ആദ്യം നമ്മൾ കണ്ടതിൽ ഒരു PC ജോർജ് അതിൻ്റെ കാട്ടി അടമ്പതിച്ചു പോകും. 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ജനങ്ങൾ ഏറ്റെടുത്തു. ജനങ്ങൾക്ക് ഇനി 9-ാം തീയതി ആയി കഴിഞ്ഞാൽ മതി. പിന്നെ നമുക്ക് കാണാനുള്ളത് ഏപ്രിൽ 4 ഇവിടെ ഉണ്ടാവില്ല. ഈ കേരള ചരിത്രത്തിൽ രാഷ്ട്രീയത്തിലേ ഉണ്ടാവില്ല. ഇത് ലാസ്റ്റാണ്. PC ജോർജിന്റെ പോലെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? PC ജോർജ് മറ്റേ കേരള കോൺഗ്രസിലെ ഏറ്റവും വലിയ സർജക്ഷൻ സിംഹം നിറഞ്ഞിപ്പോൾ ഇവിടെ എത്തി. വാഗ്ദാനങ്ങൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ജനങ്ങൾ തള്ളിക്കളയും. അത് ഉറപ്പാ. അത് ബേപ്പൂർ നിയോജകമണ്ഡലത്തിൽ സംഭവിച്ചിരിക്കും. ഇവിടെ ഇപ്പൊ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഇപ്പൊ ഈ അൻവറിനെ സ്വീകരിക്കാൻ തയ്യാറാണോ? അതുപോലെ തന്നെ കോൺഗ്രസ് സ്വീകരിക്കാൻ തയ്യാറാണോ? പിന്നെ എന്തിന് നമുക്ക് ഈ ബേപ്പൂർ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിനെ, എന്തിന് ഇങ്ങനത്തെ ഒരു പാർട്ടി ആളെ? പോരാത്തതിന് അൻവർ ചെയ്യുന്നത് 2 ദിവസം മുന്നേ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെയുള്ളവരാണ്? എനിക്ക് നല്ല മുഖപരിചയമുള്ള ഒരാളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. എവിടെയുള്ളവരാ ചോദിച്ചപ്പോൾ അയാൾക്ക് ആകെ പരികളി. ഞാൻ പറഞ്ഞു നിങ്ങൾ പറ, നിങ്ങൾ എവിടെയുള്ളവരാണ്? ഞാൻ അരീക്കോട്. അയാൾ എൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞ കാര്യം. ഞങ്ങൾക്ക് ഒരിക്കലും വേണ്ട ഇങ്ങനത്തെ ഒരു നേതാവിനെ. പോരാത്തതിന് നമ്മൾ റിയാസ് നമ്മളെ കൂടെയുള്ള സ്ഥാനാർത്ഥിയാണ്. നമ്മളെ ഓരോരുത്തർക്കും പ്രിയപ്പെട്ടവനാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ സ്ഥാനാർത്ഥിക്കേ ഞങ്ങൾ വോട്ട് പോകുള്ളൂ. വാക്കിന് തീരെ സ്ഥിരതയില്ലാത്തത്. രാവിലെ ഒന്ന് പറയാ, ഉച്ചയ്ക്ക് ഒന്ന് പറയാ, വൈകുന്നേരം വേറെ ഒന്ന് പറയാ. പിന്നെ എന്തിനും നമുക്ക് ബേപ്പൂരിന് ഇങ്ങനെ ഒരു നേതാവിനെ ഒരിക്കലും വേണ്ട. ഒരിക്കലും ഇവിടുത്തെ ബേപ്പൂർ ജനങ്ങൾ സ്വീകരിക്കുകയില്ല. തീർച്ചയായിട്ടും സ്വീകരിക്കില്ല. ഇപ്പൊ വെറുതെ കാട്ടിക്കൂട്ടുന്ന ഈ പ്രവർത്തനങ്ങൾ വെറുതെ ആയിരിക്കും. തീർച്ചയായിട്ടും വെറുതെ ആയിരിക്കും. ബേപ്പൂരുകാർക്ക് നന്നായിട്ട് അറിയാം ഓരോരോ വ്യക്തി എങ്ങനെയാണെന്നുള്ളത്. ഇവർക്ക് ഒരിക്കലും അറിയില്ല ഇവിടെയുള്ള വ്യക്തികൾ എങ്ങനെയാണെന്നുള്ളത്. ഒരിക്കലും അറിയില്ല. ഒരു വോട്ടർമാരെ പോലും ഇവർക്ക് അറിയില്ല. അവിടെ കയറി വന്നിട്ട് നിങ്ങളൊക്കെ വീട് ഇതാണോന്നോ ചോദിക്കുന്നത്. അങ്ങനെ അറിയാത്ത ഒരു വോട്ടറെ പോലും തിരിച്ചറിയാത്ത ഇവരെ എന്തിനാണ് നമുക്ക് ഒരിക്കലും ആവശ്യമില്ല. നമ്മളെ അറിയുന്ന, നമ്മളെ നാട്ടുകാരെ അറിയുന്ന, നമ്മളൊരു പ്രായമുള്ളവരെയും ചെറിയ കുട്ടികളെ പോലും അറിയുന്ന ഒരു നല്ലൊരു സ്ഥാനാർത്ഥി, ഒരു സഹോദരനായിട്ട്, ഒരു സുഹൃത്തായിട്ട്, മറ്റ് എല്ലാത്തിലും ഉപരിയായിട്ട് നമ്മളെ ബേപ്പൂരിനെ കൂട്ടിപ്പിടിച്ച ഒരു സ്ഥാനാർത്ഥി നമുക്കുള്ളപ്പോൾ, PM മുഹമ്മദ് റിയാസ് നമുക്കുള്ളപ്പോൾ നമുക്ക് ഒരിക്കലും ഇങ്ങനൊരു സ്ഥാനാർത്ഥി ആവശ്യമില്ല, ഇങ്ങനൊരു നേതാവ് ആവശ്യമില്ല. എല്ലാവർക്കും അറിയുന്നതാണ് അൻവറിന്റെ എല്ലാ അൻവറിനെ നിങ്ങൾക്ക് വേണ്ടാൻ തന്നെ. ബാക്കി തീരെ സ്ഥിരതയില്ലാത്തൊരു വ്യക്തിയാണ്. ഇനിയിപ്പോൾ ഇവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി ലാസ്റ്റ് ഓപ്ഷന് BJP ആയിരിക്കും. പുള്ളി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ മതിയാവും. എങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, പുള്ളിക്ക് ഇതിൽ കിട്ടിയില്ലേ അതിലേക്ക്, അത് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിലേക്ക്, അങ്ങനെയാണ് പുള്ളി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ പുള്ളിക്ക് സ്ഥിരമായിട്ടൊരു നിലപാടോ കാര്യങ്ങളോ ഇല്ല. ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ട ഒരു നിലപാടാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടത് ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധതയാണ്. അത് രണ്ടുമില്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ് ഈ വ്യക്തി. പിന്നെ എന്തിനും നമുക്ക് ഇങ്ങനത്തെ ഒരു വ്യക്തിയെ, ഇങ്ങനെ സ്ഥിരമായിട്ട് വാക്കുകൾ മാറ്റി പറയുന്ന ഒരു വ്യക്തിയെയും, പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയും നമുക്ക് ബേപ്പൂരിന് ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ പ്രായമുള്ള ഒരാളാണ്. നമ്മളിപ്പോൾ ഇത് സംബന്ധിച്ച് പറയാനുണ്ടെങ്കിൽ ഇവിടെ റിയാസിനൊക്കെ കഴിച്ച് കഴിയൂല. അതുകൊണ്ട് റിയാസ് ഒരാൾ ഇവിടെ പൊതുവെ ഈ ബേപ്പൂരിനെ പറ്റിയിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പുരോഗമനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് ഒരു അഭിപ്രായം പറയാനുള്ളത്. നമ്മുടെ കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ റിയാസിന്റെ വരണം എന്നാണ് നമ്മളെ ആഗ്രഹം. കാഴ്ചപ്പാട് നമ്മളെ കൊണ്ട് പറയാനുണ്ടെങ്കിൽ മൂപ്പരൊക്കെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. മൂപ്പരും പറഞ്ഞ അങ്ങോട്ട് മാറിയുള്ള ഒരു ഇതാണ്. റിയാസ് അതല്ല. റിയാസ് ഈ ബേപ്പൂർ തന്നെ ഇത് കളിക്കുന്ന ആളാണ്. ഈ റിയാസിനെ കൊണ്ട് തന്നെ ഒരുപാട് പുരോഗമനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ എല്ലാം കൊണ്ടും ഉണ്ടായിട്ടുണ്ട് ഇവിടെ. നമ്മളെ കഥ പറയാനുള്ളൂ. രണ്ടാമതും ഈ മൂന്നാമക്കും അടുത്ത വർഷം തന്നെ വരണമെന്നുള്ള ആഗ്രഹക്കാരാണ്. ഞാൻ ഈ ഡിവിഷനിൽ കൗൺസിലറാണ്. മറ ഡിവിഷനിൽ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. നമ്മളെ മാത്തോട്ടം ഭാഗത്തു നിന്ന് ബസ്സിൽ ആടുമാടുകളെ കൊണ്ടുപോയി തട്ടുന്ന പോലെ ഇറക്കി വിട്ടിട്ട് ജീപ്പിൽ ഏരിയകളിലേക്ക് വരികയാണ്. ഓരോ വാർഡിലേക്ക് വരുന്ന സമയത്ത്
വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉള്ള ആളുകളെ കൂട്ടി വോട്ട് ചോദിക്കുന്ന സമയത്ത് അവര് ആളില്ല. അപ്പൊ നിലമ്പൂരിൽ നിന്നൊക്കെ ആളെ കൊണ്ടുവന്നിട്ടാണ് അവർ വോട്ട് ചോദിക്കുന്നത്. വോട്ട് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ ഏരിയയിൽ വന്ന് ഇവരെ കൂട്ടത്തിൽ ഒരാളുണ്ടാവും. നിങ്ങൾ ഇവിടുത്തെ കൗൺസിലറാണോ? ഞങ്ങൾ ഇവിടുത്തെ കൗൺസിലറാണ്. ശരി. അപ്പൊ ഇവിടെ വന്ന സമയത്ത് ഞങ്ങളും ഇതുപോലെ ഇറങ്ങിയതായിരുന്നു. വോട്ട് ചോദിക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്താണ് ഇവർ ഇവിടെ വന്നത്. ഇവർ വന്ന സമയത്ത് വീട്ടിൽ കയറിയിട്ട് ഇവരിങ്ങനെ കുറെ ബറ്റാലിയൻ കണക്കാണല്ലോ. ഞങ്ങൾ ആകെ 4-5 ആള് പോകുന്ന സമയത്ത് ഇവരൊരു 30 ടീമായിട്ട് പോവാണ്. ഇവർക്ക് ആളില്ലായിട്ടല്ല, ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇവർ പുറമേ നിന്ന് ആളെ ഇറക്കണം. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഇവിടെ ഉള്ള ആളുകളെ വെച്ചിട്ട് ഞങ്ങൾ പൊരുതി നേടും. പക്ഷെ ഇവർ ടീം വന്ന് ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടുത്തെ ആൾക്കാരാണ്, എനിക്ക് ഇവിടെ നിങ്ങളെ പരിചയമില്ലല്ലോ ചോദിച്ചാൽ പറഞ്ഞ പാട് തന്നെ അവരെ കൂടുതൽ ഒരാൾ ഓടി വന്ന് പറഞ്ഞു, അയ്യോ ഇത് ഇവിടുത്തെ കൗൺസിലറാണ് കേട്ടോ, നിങ്ങൾ പേടിക്കണ്ട അതൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞു ഫറൂഖാണ്. ഫറൂഖ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇവർക്ക് പറയാൻ കഴിയുന്നില്ല. ഇന്നലത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. ഇവര് കൊതറി മാറുകയാണ്. ഞങ്ങളെ കണ്ടപാട് വേറെ ഭാഗത്തേക്കൊക്കെ പോയി. പിന്നെ ഇവര് നിർത്തി. ഇവര് ഫോൺ വിളിച്ച് ഇവരെ ജീപ്പ് തിരിച്ചു വന്ന് ഇവരെ കൂട്ടി പോവുകയും ചെയ്തു. ഇന്നലത്തെ സംഭവം അതായിരുന്നു. വണ്ടിയിൽ കൊണ്ടുവന്ന് വിടാണ്. വണ്ടിയിൽ രാവിലെ കൊണ്ടുവന്ന് വിടും. അവർക്ക് ഭക്ഷണം, ഫുഡ്, അതിനുള്ള ഒരു ദിവസത്തെ പേയ്മെന്റും അവർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. തിരിച്ച് വൈകിട്ട് ആ വണ്ടിയിൽ തന്നെ കയറ്റി കൊണ്ടുപോവുകയാണ്. നമ്മളിവിടെയുള്ള ആളുകളെ അല്ല, ഒരൊറ്റ ആളുണ്ടാവും ഒരു ഏരിയത്തെ, ബാക്കി മൊത്തം പുറമേയുള്ള ടീമിനെ ഇറക്കുകയാണ്. ഇന്നലത്തെ എല്ലാ ഭാഗങ്ങളിലും ഈ ആൾക്കാർ കേന്ദ്രീകരിച്ചിട്ട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ അതിനുവേണ്ടി ഞങ്ങളെ ആളുകളെ കൊണ്ട് ശക്തി തെളിയിക്കും. ബേപ്പൂർ എന്നും ചുവന്ന് തന്നെ ഇരിക്കും. റിയാസ് ഭായ് ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രന്മാരെ ആക്കിക്കണ്. ബേപ്പൂര്, ചാലിയം ഒക്കെ അടിപൊളി വികസനമാണ്. റിയാസ് ഭായിനല്ലാതെ നമുക്കൊരാളെ ചിന്തിക്കാൻ പറ്റില്ല. ഏത് അനുവർ ഏത് ഭാഗത്ത് നിന്ന് വന്നാലും നമ്മൾ വിജയിപ്പിക്കില്ല. കാരണം നമ്മൾ റിയാസ് ഭായിനെ മാത്രമേ തിരഞ്ഞെടുക്കുള്ളൂ. പല തട്ടിപ്പുണ്ടാവും അനുവറിന്റെ അടുത്ത്. പക്ഷെ നമുക്ക് റിയാസ് ഭായ് വേണം, എന്നും റിയാസ് ഭായ് വേണം ഈ മണ്ഡലത്തിൽ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അല്ല, നമുക്ക് അയാളെ ഒരു നല്ലൊരു വ്യക്തിയായിട്ട് തോന്നി, അതാണ് കാരണം. അയാളെ എല്ലാ ഭാഗത്തും ഇപ്പൊ ബേപ്പൂർ പോയി കഴിഞ്ഞാൽ അത്ഭുതപ്പെടും, ഇത് ബേപ്പൂർ എന്നാണോന്ന്. കാരണം അന്താരാഷ്ട്ര നിലവാരത്തിൽ അയാൾ ഉയർത്തി കഴിഞ്ഞു. അതേപോലെ ചാലിയം നല്ലൊരു ബോട്ടിങ്, ടൂറിസ്റ്റിന് പറ്റിയ മേഖലയാക്കിയെടുത്ത്. പക്ഷെ അയാളോട് എന്നും നന്ദി കടപ്പെട്ട ആൾക്കാരാണ് നമ്മള്. പക്ഷെ അയാൾ എന്നെ കാണുന്നില്ല. ഞാൻ പറയുന്നു, ഇനിയിപ്പോ അടുത്തൊരു 5 കൊല്ലം പാടി ഇനിയിപ്പോ വരാണെന്നുണ്ടെങ്കിൽ അയാൾ എല്ലാ റോഡും ശ്രദ്ധിക്കുന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട് കേട്ടോ. അപ്പൊ അത്ര പറയാനുള്ളൂ. എന്നാ ശരി. അവിടുന്ന് നിലമ്പൂരിൽ നിന്ന് വന്നിട്ട് ഇവിടെ നിന്നിട്ട് എന്താക്കാനാണ്? ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ റിയാസ് ഇല്ലാതെ ആളി പ്രതീക്ഷിക്കണ്ട. ഓനക്ക് തന്നെ ഭൂരിപക്ഷം കയറുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇവിടെ ഉള്ള ആൾക്കല്ലേ കൊടുക്കാൻ കഴിയുള്ളൂ, ഉള്ള ജനങ്ങൾക്ക്. അവിടുന്ന് ഇവിടുന്ന് വന്നിട്ട് എന്താ കാര്യമായില്? ഒരു കാര്യമില്ല. എൻ്റെ ഭൂരിപക്ഷ അഭിപ്രായം റിയാസ് തന്നെ കഴിഞ്ഞതിലേക്കാട്ടി കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അതെൻ്റെ കാഴ്ചപ്പാട്. ഇതൊക്കെ ജനങ്ങൾക്ക് അറിയില്ലേ? ഇത്രയും വാഗ്ദാനങ്ങൾ കൊടുത്താൽ ആരൊക്കെ മുന്നോട്ട് പോകും, ആരൊക്കെ ബാക്കോട്ട് പോകും എന്നുള്ളതൊക്കെ നാട്ടിലുള്ള ആളെ നമുക്ക് എപ്പോഴും കണ്ടുകൂടെ? നിലമ്പൂരിൽ പോയിട്ട് നമുക്ക് കാണാൻ കഴിയുമോ? അതെല്ലാം ആൾക്കാർ ചിന്തിക്കുക. അതെല്ലാവരും അങ്ങോട്ട് പ്രവർത്തിക്കുക. അല്ലാണ്ട് ഇതൊക്കെ റിയാസിനുള്ള ഭൂരിപക്ഷമാണ്. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവും. ഇവിടെ അൻവറിന് വിജയസാധ്യത കുറവാണ്. ഇവിടെ റിയാസ്ക്ക് തന്നെയാണ് ജയിക്കാൻ കഴിയുന്നത്. പിന്നെ അൻവറിൻ്റെ ഓരോ കാര്യങ്ങൾ, വാഗ്ദാനങ്ങൾ, പല വാഗ്ദാനങ്ങളും കഴിഞ്ഞ പ്രാവശ്യം അയാൾ കൊടുത്തിട്ട് നടപ്പിലാക്കിയിട്ടില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു എതിർപ്പ് ഇവിടെയുള്ള ആൾക്കാർക്ക് പറയാം. എല്ലാവരും മീഡിയയിലൂടെ എല്ലാ കാര്യങ്ങളും കാണുന്നതാണ്, പിന്നെ ഈ ചർച്ചയിലൂടെ അറിയുന്നതാണ്. അതുകൊണ്ട് അൻവറിന് വലിയ വോട്ടൊന്നും ഉണ്ടാവില്ല. ഇതൊരു 100% വിജയം റിയാസ്ക്കാണ് ഇവിടെ ഉള്ളത്. ഇവിടെ അൻവർ ഒരിക്കലും വരില്ല. ഇന്നലെ രാവിലെ പണിക്ക് പോകുമ്പോൾ ഒരു വണ്ടിയിലാണ് പൈസ കൊടുത്ത് ആളിറക്കിയിട്ടത് ബോത്തിൽ. അത് കണ്ട് പോകുമ്പോഴാണ് ബേപ്പറിക്ക് പോകുമ്പോഴാണ് കണ്ടത്. അപ്പോൾ ഇവിടെ അൻവർ ഒന്നും വരില്ല. ഇവിടെ റിയാസ്ക്ക് 38,000 വോട്ടുണ്ട് ഇവിടെ റിയാസ് ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ കൃത്യമായി പറയുന്നത്? ഇവിടെ കുറെ വിൻസനം കൊണ്ട് വന്നിരിക്കണം മന്ത്രി. ആ ബേപ്പൂരിൽ നിന്ന് പോയി എന്ത് വിൻസനം കൊണ്ടുവരാത്തോടെ എന്തൊക്കെ വിൻസനം അവിടെ ഈ ബേപ്പൂർ കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഇവിടെ ജയിക്കില്ല ഒരിക്കലും, ഉറപ്പാണ്. ഇവിടെ പുല്ല് മുളച്ച് കഴിഞ്ഞാൽ ആട് തിന്നു കഴിഞ്ഞാൽ പിന്നെ ആ തൊടിവ് കിട്ടുക. ആ അൻവറിന്റെ സ്ഥിതി. അൻവറോട് ജയിക്കില്ല. ഈ അൻവർ എന്ന സ്ഥാനാർത്ഥി എന്ന വ്യക്തിനെ ഞങ്ങൾ ആദ്യമായിട്ട് ഈ അറിയപ്പെടുന്ന തന്നെ. പിന്നെ അവരെ പറ്റി ഞങ്ങൾക്ക് ഡീറ്റെയിലും അറിയില്ല. പിന്നെന്താ വെച്ചാൽ നമ്മളെ നാടിന് വേണ്ടിയിട്ട് ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ആവശ്യമുള്ളത്. എനിക്കെന്നല്ല മൊത്തം ജനങ്ങൾക്ക് അത് ആവശ്യമുള്ളത്. റിയാസ് എന്ന വ്യക്തി ഇവിടെ ബേപ്പൂരിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്കൂളുകളായാലും റോഡുകളായാലും പാലങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. പല അൻവർ പറഞ്ഞ വ്യക്തി പല വാഗ്ദാനങ്ങൾ പറയുന്നുണ്ട്. അത് നിലവിൽ ഉണ്ടാവോ ഇല്ലേ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഈ അൻവർ എന്ന വ്യക്തിനെ ഞങ്ങളെന്നല്ല ആർക്കും അങ്ങനെ വലിയ പരിചയമില്ല. ഇവിടെ ഇപ്പോൾ ആള് പറയുന്നത് വികസനം വന്നിട്ടില്ല എന്നും വികസന മുരടിപ്പ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ബേപ്പൂർ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10-65 വർഷക്കാലമായി ഇവിടെ CPM LDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ നാട്ടിൽ എല്ലാ വികസനവും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആൾ ഒരുപാട് കളവുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഗവൺമെൻറ് സ്കൂളില്ല,
ഗവൺമെൻറ് കോളേജുകളില്ല, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളില്ല എന്നൊക്കെ. ഇതെല്ലാം ഈ മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളതും ഇതിൻ്റെ എല്ലാ സൗകര്യവും ഈ മണ്ഡലത്തിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നും എനിക്ക് പറയാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള എല്ലാ വികസനങ്ങളും മറ്റുള്ള ഏതെല്ലാം മണ്ഡലങ്ങളിൽ വന്നിട്ടുള്ള എല്ലാ വികസനങ്ങളും ഈ നാട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ളതിനാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ ഒന്നും പറയാൻ പറ്റില്ല. നമ്മളെ റിയാസിനെ എന്ത് ചെയ്യണം, ഇവിടെ ആളുകൾ കുറേ ആളുകൾ അറിയുന്ന വ്യക്തിയാണ്. അനുവർ വളരെ കുറേ വിട്ടു വരുന്ന ആളുകളാണ്, ഇപ്പം വന്നതാണ്. അതുകൊണ്ട് റിയാസാണ് നമ്മളെ അഭിപ്രായം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ മത്സ്യം വിൽക്കുന്ന ആൾക്കൊക്കെ അത്യാവശ്യം ഫെസിലിറ്റി ചെയ്തുന്നുണ്ടോ? ഓ ഉണ്ട് ഉണ്ട്. ബേപ്പൂര് മാറിയുണ്ടോ ശരി? മാറി ഇവിടെ ഒരു ദിവസം റോഡാക്കി തന്നെ, ഒറ്റ ദിവസം. രാത്രി പോകുമ്പോൾ പൊളിഞ്ഞ റോഡാണ്, പിറ്റേന്ന് രാവിലെ ഒന്ന് റോഡ് ക്ലിയർ. അതെല്ലാം നമുക്ക് ഏറ്റവും വലുത്. നമ്മളെ മനസ്സിൽ റിയാസ് ഭായി. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? എന്നാലും കാരണം ജനങ്ങൾക്ക് വേണ്ടി ഒരു സഹകരണം ആര് ചെയ്യുന്നു, ഓനാണ് ഇവിടുത്തെ വ്യക്തിത്വമുള്ള ആള്. കാരണം മറ്റാളെ പറ്റി എനിക്കൊന്നും പറയാനില്ല. അതെന്താ അങ്ങനെ പറയാത്തത്? നമ്മള് കാരണം നമുക്ക് ഓരോ ഇതുകളുണ്ടല്ലോ, ഓരോ ആളുകളെ വ്യക്തിത്വങ്ങൾ എന്താണെന്നുള്ളത്, ഓരോ നിലപാടുകളുണ്ടല്ലോ, അത്രേ ഉള്ളൂ. അൻവർ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഒരു അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് പോയി അങ്ങനെ കളിക്കുന്ന ആളായതുകൊണ്ട് ഇനി ആൾക്കാരെ മനസ്സിലെന്തൊക്കെ അറിയില്ലല്ലോ. മാറ്റി പറയാന്നല്ല. ഇപ്പൊ അൻവറിനെ സംബന്ധിച്ചിടത്തോളം, റിയാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിയിലുള്ള ആളെന്നാണ്, അന്നൊന്നും എന്തിനാണ് അൻവർ പാർട്ടിക്കാണ് ആദ്യം കോൺഗ്രസ്. എനിക്ക് രാഷ്ട്രീയത്തെ പറ്റി വലിയ ഒരു അറിവൊന്നുമില്ല. അപ്പോൾ ഒരു അങ്ങനെ ഇതൊന്നുമില്ല. അങ്ങനെ എനിക്കൊരു പാർട്ടി ഉണ്ട്, അത് ഞാൻ അതിനെ വോട്ട് ചെയ്യലുള്ളൂ. പക്ഷേ എനിക്ക് അതിന് രാഷ്ട്രീയത്തെ പറ്റി വലിയൊരു അറിവിൽ പറയാനുള്ള കഴിവൊന്നും എനിക്കില്ല. കാരണം ഇങ്ങനെ ഓരോ ഇതിൽ കാണാം, പേപ്പറിലൊക്കെ വായിക്കുമ്പോൾ അതുപോലെ ചിലപ്പോൾ കോൺഗ്രസ് ഇനി പിന്നെ BJP അങ്ങനെ പല ഇതും കേൾക്കാലോ. ചരിത്രമല്ലേ, അങ്ങനെ രാഷ്ട്രീയം എങ്ങോട്ടും മാറിക്കൊണ്ടായിരുന്നില്ല, അതിനെ പറ്റിയില്ല. പിന്നെ ജനങ്ങളാണുള്ള വിലയിരുത്തൽ. അൻവർ എനിക്ക് ഞാൻ പാചകമായിട്ട് രീതി വെക്കാണ്. അൻവർ ഇങ്ങനെ അൻവറിനെ ജയിക്കാന്നില്ല, ഇവിടെ റിയാസ് ജയിക്കുള്ളൂ. മൂന്നാമത് LDF ഭരിക്കും ചെയ്യാം, യാതൊരു മാറ്റമില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ LDF വാഗ്ദാനങ്ങൾ നടപ്പിലാക്കില്ല, പറയണ നടപ്പിലാക്കും. UDF വാഗ്ദാനങ്ങൾ ഉണ്ടാവുള്ളൂ, നടപ്പിലാക്കില്ല. അതുകൊണ്ട് അൻവറിന് ജയിക്കാൻ 99% സാധ്യത കുറവാണ്. റിയാസിന് ചിലപ്പോൾ ഭൂരിപക്ഷം ചിലപ്പോൾ ലക്ഷം മാറ്റങ്ങൾ ഉണ്ടാവും, അല്ലാതെ ഒരു മാറ്റം സംഭവിക്കാൻ സാധ്യതയില്ല. അത് ഉറപ്പ്. അൻവർ എങ്ങനെ വിശ്വസിക്കും? അൻവർ ഇന്ന് വേറെ മാറ്റി, നാളെ വേറെ മാറ്റി. ഇപ്പൊ UDF സ്വന്തം സ്ഥാനത്തെയാണ്. ചിലപ്പോൾ ഒരു മാറ്റം പോലെ ആഗ്രഹിക്കുന്നുണ്ടാവും, അതെന്തൊക്കെ ഒരു മത്സരിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്കൊരു മാറ്റം പ്രതീക്ഷിക്കില്ല, മാറ്റമാവില്ല. റിയാസ് അല്ലാത്ത ജയിക്കാൻ സാധ്യതയില്ല. അനുവറിനെ കുറിച്ചിട്ട് പ്രത്യേകമായിട്ടൊന്നും പറയാനൊന്നുമില്ല. അനുവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ആളാണ്. പ്രശ്നം ഇവിടെ റിയാസ് തന്നെ ജയിക്കും. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നമുക്കറിയാം ഇവിടുത്തെ സിറ്റുവേഷൻ, നമുക്കറിയാം. നമ്മൾ നാട്ടുകാരല്ലേ, നമുക്കറിയാം. റിയാസ് ഭൂരിപക്ഷം കുറയും, അത്രേ ഉള്ളൂ. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാം? വിശ്വസിക്കാനിപ്പോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരെ വ്യക്തിയല്ലേ, ഓരോരുത്തർ വ്യക്തി പ്രകാരം അല്ല. ആരായാലും റിയാസായാലും അൻവർ ആയാലും അത് ഓരോരുത്തർക്ക് ഓരോരുത്തർ വോട്ടിന്റെ അങ്ങനെയാണ് മെയിൻ. നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് പറയാനില്ല.